എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Divine support, relaxation, harmony, nurture, spiritual quest, achievement, ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കും നിങ്ങളുടെ ചുറ്റുപാടിലും ഉണ്ടാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ചാലഞ്ചസ്, ജീവിതത്തിൽ ഒത്തിരി തടസ്സങ്ങളും ചലഞ്ചസും ഒക്കെ അതിജീവിച്ചിട്ട് മുന്നോട്ടേക്ക് വന്നവരെ സംബന്ധിച്ച് ഈ ഒരു മാസം പൊതുവെ ഒരു സ്വസ്ഥവും സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ശനിയുടേതായിട്ടുള്ള അപഹാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ശനിയുടേതായിട്ടുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങളുടെ ജാതകവശാൽ ഉണ്ടായെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. സ്ട്രെസ്സൊക്കെ കൂടുതൽ അനുഭവിക്കുന്ന, ജോലി സംബന്ധമായിട്ടും അല്ലാതെയൊക്കെ സ്ട്രെസ്സ് അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ പൊതുവെ സ്ട്രെസ്സ് കുറവുള്ളൊരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ എത്ര വലിയൊരു ടാസ്ക്കാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിൽ കൂടിയും അമിതമായിട്ട് ഓവറായിട്ട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യാതെ, അതായത് അത് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കാതെ നിങ്ങളുടെ ജോലികളും, അതായത് കുടുംബജീവിതവും ജോലിയും വ്യത്യസ്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ചിലപ്പോൾ ജോലി കാര്യങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അതിൽ നിന്നൊരു വ്യത്യാസമായിട്ട് ജോലി കാര്യങ്ങൾ ഓഫീസിൽ, വീട്ടിലത്തെ കാര്യങ്ങൾ വീട്ടിൽ എന്നുള്ള രീതിയിൽ വീട്ടിൽ മറ്റുള്ളവരുമായിട്ട് സമയം ചിലവഴിക്കുന്നുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് ജോലിയുമായിട്ടുള്ള കാര്യങ്ങൾ ജോലിയിൽ മാത്രം വെച്ച് തീർക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ബ്രേക്ക്, പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബ്രേക്ക് ലഭിക്കുന്നു എന്നുള്ളത് പറയാം. അതേപോലെ ഒരു ജീവിതത്തിലൊരു വ്യക്തത ഉണ്ടാവുകയാണ് പല കാര്യങ്ങളിലും നിങ്ങളെ സംബന്ധിച്ച്. എങ്ങനെയാണ് മുന്നോട്ടേക്ക് ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, എവിടേക്കാണ് മുന്നേറേണ്ടത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാകുന്നു എന്ന് തന്നെ പറയാം. ആ ഒരു എനർജി പൊതുവിൽ നിങ്ങൾ ഏതൊരു കാര്യമായിട്ട് മുന്നോട്ടിറങ്ങുമ്പോഴും ഓരോരുത്തരും നിങ്ങളുടെ ഇഷ്ടദൈവത്തിനെ അല്ലെങ്കിൽ ഇഷ്ടദൈവത്തെ അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ചശക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. പലപ്പോഴും തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാൻ അതും സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്തതായിട്ട് റിലാക്സേഷനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ അപാരമായിട്ടുള്ള ഒരു കലാവാസന കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല, പലരെ സംബന്ധിച്ചിടത്തോളം കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടാവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇതിനൊരു കഴിവുണ്ട് എന്നുള്ളത്. ചിലപ്പോൾ ഒരു ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ ഇതുവരെ ചിത്രം വരച്ച് നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഴിവില്ല എന്നങ്ങോട്ട് നിങ്ങൾ വിശ്വസിക്കുകയാണ്, കാരണം നിങ്ങളതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുപോലെയുള്ള പല കഴിവുകളും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും പരിശ്രമിച്ച് നോക്കാത്തത് കൊണ്ട് ആ കഴിവ് നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ശ്രമിച്ച് നോക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് അതിലൊരു കഴിവുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു എന്ന് പറയാം. അതായത് കലാവാസന നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംരംഭങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് നിൽക്കുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകളിൽ ഈ ഒരു സമയത്ത് കുറച്ചൊരു അങ്ങനെയുള്ള അസൂയ, കുശുമ്പ് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ചുറ്റുപാടുള്ള സാഹചര്യം മറ്റുള്ളവരെ കുറിച്ചിട്ടൊക്കെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ വരാം. അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ റിസ്ക് എടുക്കാൻ ഭയക്കുന്ന ഒരു സാഹചര്യമാണ് കൂടുതലും. അപ്പോൾ റിസ്ക് എടുത്തിട്ടൊരു കാര്യത്തിൽ മുന്നോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ പല കാര്യങ്ങളിലും റിസ്ക് എടുക്കേണ്ടി വരുന്ന സാഹചര്യം നിങ്ങൾ ഒഴിവാകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ സ്വയം തന്നെ ഇപ്പോൾ പലപ്പോഴും സ്വയമേ പല കാര്യങ്ങളും സമ്മതിച്ചു കൊടുക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു അസൂയ, മറ്റുള്ള ഒരാളോടൊരു അസൂയാണ് എന്നുള്ളത് നിങ്ങൾ സ്വയം സമ്മതിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ വരാം, സ്വാഭാവികം, പലരിലും വരാം, പലരെയും സംബന്ധിച്ച്.
അപ്പോൾ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം അത് സമ്മതിക്കുക, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം നിങ്ങൾ ആ ഒരു ഫീലിംഗ് മാറ്റാൻ ആയിട്ട് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഹാമനയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വിവാഹം ജീവിതത്തിലൊരു വഴിത്തിരിവ് ആകുന്നുണ്ട്. വിവാഹം ഈ ഒരു മാസത്തിൽ സാധ്യമാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയർ ആണ് കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു പ്രണയവും വിവാഹവും ഒക്കെ സാധ്യമാകുന്നു. പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ ഒരു മുഹൂർത്തമായിരിക്കും ഈ ഒരു മാസത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തോ പല കാരണങ്ങൾ കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അല്ലെങ്കിൽ പ്രണയിതാക്കൾ തമ്മിൽ നല്ലൊരു ബന്ധം നിലനിർത്താൻ അല്ലെങ്കിൽ നല്ല പ്രണയം മുന്നോട്ടേക്ക് സമ്മാനങ്ങൾ കൈമാറുക, ഇപ്പോൾ ഫ്ലവേഴ്സ്, റോസസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിഫ്റ്റ്സ് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറുക, എന്തെങ്കിലും ഒരു ആനിവേഴ്സറി അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനിവേഴ്സറി, എന്തെങ്കിലും പ്രത്യേകതകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആഘോഷം, നിങ്ങൾ വെറുതെയെങ്കിലും ഒരു സമ്മാനം നിങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കൈമാറുന്ന ഒരു വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കലയും സാഹിത്യം, സംഗീതം, പ്രണയം ഇതൊക്കെ നിലനിൽക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ സൃഷ്ടിപരമായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സൃഷ്ടിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ കാണിക്കുന്നു ഈ ഒരു സമയത്ത്. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന ഒരു പക്ഷേ ഒരു ബിസിനസ് സാമ്രാജ്യം നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാവാം. ഒരു പുതിയൊരു സംരംഭം എന്തോ തുടങ്ങുന്നതാവാം. ഓൺട്രപ്രനോറിയൽ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം, നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്വന്തമായിട്ടൊരു സ്ഥാപനം, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങുന്ന ആ ഒരു സാഹചര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നർച്ചറാണ്. അപ്പോൾ പ്രഗ്നൻസി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുമായിട്ട് സമയം ചിലവഴിക്കുക, പ്രഗ്നൻസി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസാണ് പലരെയും സംബന്ധിച്ച്. അപ്പോൾ അടുത്തിടയ്ക്ക് പ്രഗ്നൻസി കഴിഞ്ഞിട്ടുള്ളവർ, അതായത് കുട്ടികൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ ശരീരം അതായത് ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ കാണിക്കുന്നത്. കൊണ്ട് തന്നെ മൊത്തത്തിൽ ഹോർമോണൽ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആരോഗ്യപരമായിട്ട് അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നൊരു ചെറിയ കാര്യങ്ങൾക്ക് പോലും മരുന്ന് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ കുറച്ച് ഒരു നാച്ചുറൽ ഇതിലേക്ക് പോകാൻ ശ്രമിക്കുക. കൂടുതലായിട്ട് ഡയറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഈ പറയുന്ന പല കാര്യങ്ങളും മാറ്റാൻ ശ്രമിക്കുക. മരുന്ന്, അതായത് മോഡേൺ മെഡിസിനിലേക്ക് കൂടുതൽ പോകാതെ മറ്റു വഴികളിലൂടെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള ഒരു അസുഖങ്ങളല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾ ലൈഫ് സ്റ്റൈല് കുറേശ്ശെ മാറ്റിക്കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അതേപോലെ സ്പിരിച്വൽ ക്വസ്റ്റ് ആണ് ഈ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ ജീവിതം നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാലൻസ് ഒരു മനസ്സിനൊരു ദൃഢതയും പല കാര്യങ്ങളിലും ഒരു നല്ലൊരു ഫീലിംഗ് മനസ്സിലുണ്ടാകാൻ ആ ഒരു ആത്മീയമായിട്ടുള്ള നിങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലൊരു താല്പര്യമൊക്കെ വരുന്നതായിട്ട് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്തകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്താധാരകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ഒരു സമയമായിരിക്കാം ഈ ഒരു സമയം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നല്ല സമയം തന്നെയാണ്. പൊതുവേ കുറച്ച് അടുത്തിടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതായിട്ടുള്ളൊരു സൂചന തരുന്നുണ്ട്. അതേപോലെ തന്നെ അച്ചീവ്മെൻ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാവരിലുമല്ല, അപ്പോൾ അതുപോലെ മാത്രം എടുക്കുക. ചില ആളുകളിൽ എന്തൊക്കെയോ മറ്റ് ബന്ധങ്ങൾ, പരസ്ത്രീ ബന്ധം, പരപുരുഷ ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നിങ്ങളുടെ ഭർത്താവിനോ ഭാര്യയോ ബന്ധപ്പെടുത്തിയിട്ട്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അമിതമായിട്ട് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സഹവാസവും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതല്ല. ചില ആളുകൾ ഓൾറെഡി അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടോ അത് മറച്ചു വയ്ക്കുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ എടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാം. ചില ബന്ധങ്ങൾ മറ്റ് വഴികളിലേക്കൊക്കെ പോകുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.